മോണ്ടിസറിയിലെ സെൻസോറിയൽ ഏരിയയിൽ വരുന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പിങ്ക് ടവർ. അപ്പോൾ നമ്മുടെ ഷെൽഫിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ടവർ ചെയ്ത രീതിയിലാണ് നമ്മുടെ ക്യൂബ്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് ക്യൂബ് നമ്മൾ ആദ്യം എടുത്ത് നമ്മൾ മാറ്ററിലേക്ക് വെക്കുന്നുണ്ട്. ഇങ്ങനെ സ്മോൾ ടു ബിഗസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ക്യൂബ്സായി എടുത്ത് മാറ്ററിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ഓരോ ക്യൂബ്സും എങ്ങനെയാണ് നമ്മളിത് ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പം നമ്മുടെ പിങ്ക് ടവർ എന്ന് പറയുന്നത് 10 വുഡൻ ക്യൂബ്സ് ആണ്. പിങ്ക് കളറിൽ വരുന്നുള്ള 10 വുഡൻ ക്യൂബ്സ് ആണ് വരുന്നത്. ഓരോ ക്യൂബ്സും തമ്മിൽ 1 സെൻറ്റിമീറ്റർ ഡയമെൻഷൻ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ടവർ ബിൽഡിംഗ് ആണ് കുട്ടികൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. കുട്ടികളുടെ വിഷ്വൽ സെൻസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ടവർ ബിൽഡിംഗ് പ്രസൻറ്റേഷനിലോട്ടേക്ക് പോവാം. പിങ്ക് ടവറിൻ്റെ ഡയറക്റ്റ് എയിം വരുന്നത് വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ഓഫ് ഡയമെൻഷൻ. അതേപോലെ ഇൻഡയറക്റ്റ് എയിംസ് ആയിട്ട് വരുന്നത് പ്രിപ്പറേഷൻ ഫോർ മാത്തമാറ്റിക്സ്, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, ഇൻഡയറക്ട്ലി അണ്ടർസ്റ്റാൻഡിങ് 1 to 10 കൺസെപ്റ്റ്, ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇത്രയൊക്കെയാണ്.